Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മുടെ റെസിപ്പിയെ കുറിച്ച് പറയുവാന്നേൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു റെയർ റെസിപ്പിയാണ്. അത് എല്ലാവർക്കും ഒന്നും നമ്മൾ ചെയ്യുകയില്ല, ഒട്ടുമിക്ക പേരും ചെയ്യുകയില്ല. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയാൻ മേല, പക്ഷെ ചിലർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന റെസിപ്പി ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ പേരാണ് കച്ചോരി. കേട്ടിട്ടുണ്ടോ? കച്ചോരി കേട്ടിട്ടില്ലല്ലോ. പക്ഷെ കുറച്ച് പേർക്കൊക്കെ കച്ചോരി അറിയാം എന്ന് തോന്നുന്നു. കാര്യം ഇതൊരു പാകിസ്ഥാനി ഡിഷാണ്. ഇനി വേണ്ടിയ സാധനം എന്നാക്കിയാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെയാണ് വേണ്ടത്. കച്ചോരി എന്ന് പറഞ്ഞു പേടിക്കാനൊന്നുമില്ല. ഇൻഗ്രീഡിയൻസ് മാത്രം ഒരു ഇച്ചിരി വ്യത്യാസം. അത് പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് വേണ്ടത്. ആദ്യം ഇതിനകത്ത് വറുത്തെടുക്കാനായിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ. ഇതിനകത്ത് വെളിച്ചെണ്ണ വേണ്ട, വെജിറ്റബിൾ ഓയിൽ. പിന്നെ വേണ്ടി എന്നാന്നോ കുറച്ച് സവാള. എത്ര ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതേ കൂട്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി. പിന്നെ വേണ്ടിയത് കുറച്ച് മല്ലിപ്പൊടി വേണം. പിന്നെ കുറച്ച് ജീരകപ്പൊടി വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സാണ്. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ്. പിന്നെ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തന്നെ കുറച്ച് കുരുമുളക് പൊടിയാ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചിടുക. പിന്നെ ഇതിന് വേണ്ടിയത് ചിക്കൻ കീമ അല്ലെന്നുണ്ടെങ്കിൽ മട്ടൺ കീമ. ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് ചിക്കൻ കീമയാണ്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് കുറേ മല്ലിയില വേണം. പിന്നെ കുറച്ച് മൈദ കുഴച്ച് വെച്ചേക്കുവാണേ. ഇത് മൈദയിലല്ലാതെ വേറെ ഒന്നും ഉണ്ടാക്കാൻ ഒക്കിയല്ല. ഇനി വേണ്ടി എന്നാന്ന് വെച്ചാൽ കുറച്ച് ബട്ടർ വേണം. ഇതിപ്പോൾ ക്യൂബ് ബട്ടേഴ്സാണ്. ക്യൂബ് ബട്ടർ അല്ല വേണ്ടേ, നമുക്ക് കുറച്ച് മെൽറ്റഡ് ബട്ടറാണ് വേണ്ടേ. പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ വേണം. ഇനിയിപ്പോൾ മൈദ ഇവിടെ ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചേക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കണം. ഫില്ലിംഗ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇച്ചിരി ഗ്ലൂ ഉണ്ടാക്കി വെക്കാം. ഗ്ലൂ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് മെൽറ്റഡ് ബട്ടറും മൈദയും കൂടെ മിക്സ് ചെയ്താൽ മതി. കൺസിസ്റ്റൻസി കുറച്ച് തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്ത് വെച്ച് ഫില്ലിങ്ങിലോട്ട് പോവാം. ആദ്യം മൈദ കുറച്ച് എടുത്തേച്ചും ബട്ടർ ചേർത്താൽ മതി. അപ്പോൾ ഒഴിക്കും തോറും നമുക്കറിയാമല്ലോ എത്ര അയവ് വേണ്ടിയെന്ന്. ഒത്തിരി ചൂടോടെ ഒഴിക്കണ്ട, കുറച്ചൊന്ന് തണുത്തേച്ചു. എന്തായാലും ബട്ടർ ഒന്ന് ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം അടുപ്പ് കത്തിച്ചേച്ച് ചൂട് ബട്ടർ എന്തായാലും മൈദയിൽ ഒഴിക്കല്ല, അത് കട്ട കെട്ടിപ്പോവും. അന്നേരം ഇച്ചിരി ഒന്ന് തണുത്തേച്ച് എന്നാൽ തിരിച്ച് ബട്ടർ അതിൻ്റെ ഇച്ചിരി കട്ടിയാവാനും സമ്മതിക്കല്ല. അതിന് മുന്നേ അങ്ങ് ചേർത്തേച്ചാൽ മതി മൈദയിലേക്ക്. അതിനകത്തോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടണം. ഉള്ളി വഴറ്റാൻ ഇട്ടേക്കുക. പക്ഷെ ഒരു കാര്യമുണ്ടേ, എന്നാന്നോ ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ അത് ചുമ്മാ അങ്ങ് വഴന്നാൽ ഒക്കുകയില്ല. ഒരു കുറച്ച് ഉള്ളി ഒന്ന് വേവണം. എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ച് വേവിക്കണ്ട. കുറച്ചൊന്ന് നമ്മൾ വയറ്റി കട്ട്ലേറ്റിനോടൊക്കെ നമ്മൾ വയറ്റുവേലേ എന്ന് പറഞ്ഞു കേട്ടോ. ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ അതൊന്ന് വയറ്റണം. ഇച്ചിരി ട്രാൻസ്പെറൻ്റ് ആവുന്നിടം വരെ ആ റോ ടേസ്റ്റ് പോകണം. ചുരുക്കം പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, കട്ട്ലേറ്റ് നമ്മൾ വയറ്റുവേലേ എന്ന് പറഞ്ഞ കൂട്ട് അതുവരെ ഒന്ന് വയറ്റണം. ഉള്ളി വഴറ്റുന്ന സമയം എൻ്റെ ബട്ടർ നല്ലതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയിലൊന്ന് ഓഫ് ചെയ്തായിരുന്നു. ആ ബട്ടർ നല്ലതായിട്ട് ഉരുകിയപ്പോഴത്തേന് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ മൈദ എടുത്ത് വെച്ചേക്കുമല്ലേ, അതിനകത്തോട്ട് നമ്മൾ ഈ ബട്ടർ ഒഴിക്കണം. ആദ്യമേ ഒത്തിരി അങ്ങ് ഒഴിച്ചേക്കല്ലേ, കുറേശ്ശെ ഒഴിച്ച് നോക്കിയേച്ച്
ഇതാണോ അതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മൾ ആ മൈദ പരത്തി ചപ്പാത്തിയുടെ പരുവത്തിന് പരത്തുമ്പോഴത്തേന് അതിനകത്തോട്ട് ഇങ്ങനെ നമ്മൾ സ്പ്രെഡ് ആവണം. അത്ര അതിൻ്റെ ആ ഒരു പരുവം. ഇത്രയും ലൂസായിട്ട് നമ്മൾ കലക്കി ഇവിടെ മാറ്റി വെച്ചേക്കും. ഇപ്പൊ നമ്മുടെ ഉള്ളി നല്ല ബ്രൗൺ ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ബ്രൗൺ ആയിട്ടില്ല. എന്നാൽ നമ്മുടെ കട്ട്ലേറ്റിനൊക്കെ നമ്മൾ വയറ്റുന്ന കൂട്ടത്തിലായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്നാ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് വെളുത്തുള്ളി. നമ്മൾ എത്രയാ ഇറച്ചി എടുക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടുള്ള വെളുത്തുള്ളിയാണേ. അതും ഒന്ന് നല്ലതായിട്ടായി കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു എന്നാ പറയുന്നത്, എല്ലാം നമ്മൾ ഏത് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുവാന്നേലും ആദ്യം അതിൻ്റെ ആ റോ ടേസ്റ്റ് ഒന്ന് മാറ്റിയേക്കണം. അല്ലേലുണ്ടല്ലോ ആ റോ ടേസ്റ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്ത് തരുമ്പം ഏത് ഇൻഗ്രീഡിയൻ്റ് ആ ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ ആ റോ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് ഏത് നമ്മൾ 1 by 1 ചേർത്താലും കുറച്ച് ഒന്ന് ആ റോ ടേസ്റ്റ് മാറ്റിക്കും. ഇവിടെ ഇപ്പം ഇഞ്ചി ഒന്ന് ഇച്ചിരി ചതച്ച് വെച്ചേക്കുമല്ലായിരുന്നു. അന്നേരം പിന്നെ ഒത്തിരി നേരം ഒന്നും വേണ്ടി വരികയില്ല. ഒരു ഇച്ചിരി നേരം മതിയാവേ അതൊന്ന് മൂത്ത് വരാൻ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് ജീരകപ്പൊടി ഇഷ്ടമാകുന്നതിൽ ഒത്തിരി ഇടുക. ഒരു 1/2 ടീസ്പൂണോളം ഇട്ടോ, ഇല്ലെങ്കിൽ ഒരു ഇച്ചിരി ഇട്ടേച്ചാൽ മതി. അതല്ല ജീരകത്തിൻ്റെ ഫ്ലേവറേ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ഇട്ടാൽ മതിയേ. പക്ഷെ ഞാൻ പറയുന്നത് എപ്പോഴും നേരത്തെ പറഞ്ഞ കൂടെ തന്നെ ഫസ്റ്റ് കച്ചോറിയുടെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മുടെ ടേസ്റ്റിലേക്ക് മാറിയാൽ മതി. ഇനി ഇതിനകത്തോട്ട് എരിവ് അനുസരിച്ച് റെഡ് ചില്ലി ഫ്ലേക്സ്, പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടിയത് കുറച്ച് കുരുമുളക് പൊടി. ഞാൻ പൊടിയാണ് എടുത്തേക്കുന്നത്, കാരണം റെഡ് ചില്ലി ഫ്ലേക്സ് ഓൾറെഡി അത് ഇച്ചിരി എരിവാ. അന്നേരം പിന്നെ എനിക്ക് ഒത്തിരി എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടിട്ടു ആ പൊടിയാണ് എടുത്തേക്കുന്നത്. കുരുമുളക് പൊടി എരിവ് വേണ്ടിയവർക്ക് ചതച്ചിടാം. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കീമ ഇടാം. ചിക്കൻ കീമയെക്കാട്ടിലും കുറച്ചുകൂടി ടേസ്റ്റ് വരുന്നത് മട്ടൺ കീമായ കേട്ടോ. പിന്നെ ചിലർക്കൊന്നും മട്ടൺ ഇഷ്ടമല്ലല്ലോ, അന്നേരം പിന്നെ ചിക്കൻ ഇട്ടേച്ചാലും മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇത്രയും നേരം ഉപ്പിട്ടില്ല. ഇറച്ചിക്കും ഉള്ളിക്കും എല്ലാം കൂടെ ചേർത്തേച്ച് വേണ്ടി ഒരു ഇച്ചിരി ഉപ്പിട്ടാൽ മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്താൽ മതിയല്ലോ. ഞാൻ എന്തായാലും ഒരു ഇച്ചിരി ഉപ്പ് ഇടത്തുള്ളൂ. ഉപ്പിട്ടിട്ട് നെക്സ്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത് കുറച്ച് മല്ലിയില ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്യത്തില്ലേ, ആ സമയത്ത് കുറച്ച് കൂടുതൽ മല്ലിയില ഇട്ടേച്ച് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ കീമ ഇവിടെ കിടന്നൊന്ന് വേവട്ടെ. ഞാൻ ആ ചിക്കൻ എന്നാ ചെയ്തെന്നറിയാവോ, നല്ലതായിട്ട് വേവിച്ചേച്ച് നമ്മുടെ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടില്ല. ഞാൻ നേരത്തെ ചേർത്തേക്കുന്ന ആ ഒരു സാധനങ്ങളൊക്കെ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനിയാന്നു ഞാൻ പറഞ്ഞ കൂട്ട് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്തേച്ചേ. ഇനിയാന്നു ഞാൻ പറഞ്ഞ കൂട്ട് നിറച്ച് മല്ലിയില അങ്ങ് ഇടാൻ പോവാ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന മൊത്തം അങ്ങ് ഇടുവാന്നേ. പിന്നെ വേണമെങ്കിൽ എനിക്ക് ബേസിക്കലി കുരുമുളകിൻ്റെ ടേസ്റ്റ് ഒരു ഇച്ചിരി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി ഒന്നും ഇടുകയില്ല, ഒരു ഇച്ചിരി. ഇത് ഞാൻ മനഃപൂർവ്വം ഇടണം എന്ന് പറയുകയില്ല, ഇത് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇടുന്നത്. നേരം ഇഷ്ടമാകുന്നതിൽ ഇട്ടാൽ മതി. ഇതും കൂടെ ഇട്ടേച്ച് ആ ചൂടോടെ, അടുപ്പ് കത്തിച്ചിട്ടില്ല, അല്ലാതെ തന്നെ നമ്മുടെ ഇറച്ചി അങ്ങോട്ട് ചൂടായിരിക്കുമല്ലയോ, അന്നേരം പിന്നെ അതിനെ അങ്ങോട്ട് ഇളക്കിയേച്ചാൽ മതി.
ഇപ്പം നമ്മുടെ കച്ചോരിയുടെ ഫില്ലിംഗ് റെഡിയാ. ഇനിയാന്നു നെക്സ്റ്റ്, ഇന്ന് നല്ല മണമാണെന്നറിയാവോ. ഇനി നെക്സ്റ്റ് ആന്നു ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചേക്കുമല്ലയോ, അന്നേരം ആ മാവ് ഏത് വലിപ്പമാണ് നമുക്ക് വേണ്ടിയെന്ന് വെച്ചാൽ ആ വലിപ്പത്തിന് എടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ഞാൻ അത് ഉണ്ടാക്കി കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അന്നേരം ആ അനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന മാവിൻ്റെ ഉരുളയുടെ വലിപ്പം കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യുന്നത് അത് കണ്ടിട്ട് വേണം. ഇപ്പം ഞാൻ ഒരു ചെറിയ ഉരുള എടുത്തേച്ചാൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഈ ഗ്ലൂവില് നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഗ്ലൂവില്ലേ, അത് നമ്മുടെ ഇതേത്തേക്കാം. ഇത് ഫുൾ തേച്ച് എന്നാ ചെയ്യണമെന്നറിയോ, നമ്മുടെ റൗണ്ട് അല്ലേ ചപ്പാത്തിയുടെ പരുവത്തിനാണ് നമ്മളിപ്പോൾ പരത്തിയേക്കുന്നത്. ഇതിനെ ഒരു സൈഡിൽ നിന്ന് സ്ട്രെയിറ്റ് ഹാഫിലേക്ക് ആക്കുക. എന്നുവെച്ച് ഈ ഹാഫ് ആയതിന്റെ മേളിൽ ഒട്ടും ഗ്ലൂ ഇല്ല, അവിടെ മേളിൽ കുറച്ച് ഗ്ലൂ തേക്കണം. ഗ്ലൂ അല്ല, നമ്മൾ ഉണ്ടാക്കിയ പശയാണേ, ബട്ടറും മൈദയും കൂടെ ചേർത്തത്. അതും കൂടെ തേച്ചും ഇതിനെ ഒന്നുകൂടെ മടക്കുക. പിന്നെ തേക്കണ്ട. പിന്നെ രണ്ട് സൈഡ്, അതായത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അത് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പ് ആക്കുക. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ നമുക്ക് ഈ എല്ലാ മാവും അങ്ങനെ തന്നെ ചെയ്യാം. എന്നിട്ട് പിന്നെ ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റ് എന്നാ ചെയ്യണമെന്ന്. ഇതെന്നാത്തറിയോ നമ്മളിങ്ങനെ ചെയ്യുന്നേ, നമ്മൾ ആ കച്ചോരി വറുത്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ കഴിക്കാൻ സമയമാകുമ്പോൾ ഇത് കറക്റ്റായിട്ട് നല്ല ലേസ് ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത് ഫസ്റ്റ് ഫോൾഡ് ഇവിടെ ഇരിക്കട്ടെ, ബാക്കിയെല്ലാം കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എല്ലാം നമ്മൾ 4 സൈഡായിട്ട് മടക്കിയേക്കുക. ഇനി എന്നാ ചെയ്യണത്, നെക്സ്റ്റ് നമ്മൾ ഇതൊന്നുകൂടെ പരത്തണം. അപ്പം ഫസ്റ്റ് വെച്ച് തുടങ്ങാം. ഇതേപോലെ കുറച്ച് മാവ് തൂത്തിട്ട് പരത്തിയാൽ മതി, അല്ലേ ഒട്ടിപ്പിടിക്കും. ഇത് മാക്സിമം എത്ര തിന്നാക്കി പരത്താവോ അത്രയും പരത്തിക്കോ. ഇതിങ്ങനെ പരത്തി വെച്ച് നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഫില്ലിങ് വെച്ച് ഇതിനെ ശരിക്കും ഒരു കെട്ട് കെട്ടും. പക്ഷെ ഇത് ഫില്ല് ചെയ്ത് അത് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അത് വറുത്തെടുക്കണം. അപ്പം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇച്ചിരി എണ്ണ വെച്ചേച്ചും ബാക്കി കാണിച്ചു തരാം കേട്ടോ. എണ്ണ അവിടെ നിന്ന് ചൂടാവട്ടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഫില്ല് ചെയ്യുന്നത് കാണിച്ചു തരാം. ഒരു സ്പൂണ് എടുത്ത് നടുവിലോട്ട് വെക്കുക. എന്ന് വെച്ച് ഇതിൻ്റെ 4 സൈഡ്, അതായത് കോർണർ ടു കോർണർ ഇങ്ങനെ വെച്ച് ആദ്യം അതിനെ ഒട്ടിക്കുക. എന്ന് വെച്ച് ഈ 2 സൈഡും ഇങ്ങനെ, എന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്യുക. ഇപ്പം കച്ചോരി എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടാതെ ഒരു ഇച്ചിരി എന്നാ പറയുന്നത്, ഈ പരത്തുന്ന ഒരു പാടേ ഉള്ളൂ. പിന്നെ മാവ് കുഴച്ച് വെച്ച് ഫസ്റ്റ് ഒരു പരത്തിയിട്ട് അത് മടക്കുന്നതും പിന്നെ സെക്കൻഡ് പരത്തിയിട്ട് ഇതൊരു കിഴി പോലെ കെട്ടുന്നതേ ഉള്ളൂ ഇതിൻ്റെ ഇച്ചിരി പാടെന്ന് പറയാൻ. ഫില്ലിങ് എന്നാ നേരം വേണം അല്ലെ, ഇച്ചിരി നേരമല്ലേ ആവശ്യമുള്ളൂ. ആ ഫില്ലിങ് അങ്ങ് നേരത്തെ ആയി കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് ഇത് കണ്ടോ, കുറച്ചൊരു വലിയ ഒരു അതുകൊണ്ട് ഇച്ചിരി ഹെവിയാന്ന് ഞാൻ പറഞ്ഞേ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഈ മേളിൽ കിഴി കെട്ടിയേക്കുമല്ലേ, ഇതിന് ഇച്ചിരി ഒരു തിക്നെസ് ഉണ്ട് ഈ കിഴിക്ക്. ആ ഒരു നോട്ടിന് ഭയങ്കര ഒരു തിക്നെസ് ഉണ്ട്. അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇച്ചിരി അങ്ങ് മാവ് മാറ്റി വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്കൊരു എന്നാ പറയുന്നത്, ആ ഒരു ചില സമയത്ത് നമ്മൾ പരത്തി അതിനെ കിഴി കെട്ടുമ്പോൾ അകത്ത് ചിലപ്പോൾ വെന്തില്ലാന്ന് വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ആ ഒരു നോട്ട് മാത്രം ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെച്ചാൽ മതി. ഇത്രയും പ്രയാസപ്പെട്ടൊക്കെ നമ്മൾ ഇത്രയും നല്ല ഒരു ഡിഷ് ഉണ്ടാക്കുന്ന ആർക്ക് വേണ്ടിയാണെന്നറിയോ? ഇന്ന് ഗസ്റ്റിനെ കുറിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. ഇന്ന് വരാൻ പോകുന്ന ആരാന്നറിയോ?
നോബിയ വരാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗ്യം കിട്ടിയ പാകിസ്ഥാനി ഡിഷ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളും മോശമല്ലല്ലോ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ കോമഡി ഒക്കെ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഒരു ആക്ടർ ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ എന്നത്തിനാ കുറയ്ക്കുന്നത്? നമുക്ക് പാകിസ്ഥാനി ഡിഷൊക്കെ വെച്ചൊന്ന് ഞെട്ടിക്കാം അല്ലേ. അപ്പം ഇനി ബാക്കിയും കൂടെ ഒന്ന് പരത്തിക്കോട്ടെ. ഇനി ഇത് നല്ല ചൂട് എണ്ണയിൽ വറുത്ത് കോരുക, അത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്നാന്നോ, എണ്ണ ചൂടല്ലെങ്കിൽ ഇടരുത്. ഒരുമാതിരി എന്താ പറയുക, ഒത്തിരി എണ്ണയൊക്കെ കുടിച്ച് വല്ലാതായിപ്പോവും. അതുകൊണ്ട് എണ്ണ നല്ല ചൂടായതിന് ശേഷം മാത്രം ഇതിട്ടാൽ മതി. നമ്മൾ പരത്താൻ തുടങ്ങിയപ്പോഴത്തേന് എണ്ണ ഒഴിച്ചതാണ്. അന്നേരം നമ്മുടെ എണ്ണ ആണെങ്കിലും നല്ല ചൂടായിട്ടിരിക്കുക. ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ കച്ചോരി ഇടാൻ പോകും. നമ്മൾ ആ കിഴി കെട്ടിയ ഭാഗത്ത് മാത്രം കുറച്ച് നേരം എണ്ണയിൽ ഇട്ടേക്കണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എന്താണെന്ന് വെച്ചാൽ ആ കെട്ടിൻ്റെ അവിടെ ആണെങ്കിലും കുറച്ച് തിക്നെസ് മാവിൻ്റെ കൂടുതലായിരിക്കും. അപ്പം ഉള്ളു വരെ അങ്ങ് വേവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ആ തിളച്ച എണ്ണയിൽ അതങ്ങനെ കിടക്കട്ടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ കച്ചൂരി. ഞാൻ അന്നേരം ഒരു ഇച്ചിരി ബ്രൗൺ ആക്കിയിട്ടേ ഉള്ളേ. ഞാൻ എടുക്കുന്ന പരുവം പറയുവാന്നേൽ ഒരു നമ്മൾ പപ്സ് ഒക്കെ മേടിക്കുമ്പോഴത്തേനുണ്ടാവുകയല്ലേ, ആ ഒരു വൈറ്റും കുറച്ച് വൈറ്റ് കുറച്ച് ബ്രൗൺ അങ്ങനെ ആ ഒരു ഇതിലാണ് എടുത്തേക്കുന്നത്. പിന്നെ അതിലല്ല കുറച്ചുകൂടെ ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ ഇട്ടേച്ചാൽ മതി എണ്ണ തന്നെ. പക്ഷെ കുറേ കഴിയുമ്പോൾ ആ ബബിൾസ് അങ്ങ് മാറും. നമ്മൾ ഈ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കും തോറും അല്ലെങ്കിൽ കച്ചൂരി ആ എണ്ണ കിടക്കും തോറും ആ ബബിൾസ് അങ്ങ് മാറുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും അത് എന്നാ പറയുന്നത്, അതിങ്ങനെ തിളച്ച് നല്ല ആവുന്നില്ലല്ലോ വിചാരിക്കും. പക്ഷെ അല്ല, കച്ചോറി ഈസ് ലൈക്ക് ദാറ്റ്. അങ്ങനെ അത് മുരിയത്തുള്ളൂ. ഇതാണ് നമ്മുടെ കച്ചൂരി. ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ട് പപ്സ് പോലെ ഞാൻ വറുത്തിട്ടുള്ളൂ. കുറച്ചുകൂടെ ക്രിസ്പി ആയിട്ട് ഞാൻ ഇങ്ങനെ കറുമുറ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വറുത്തെടുത്തോളൂ. ഇതാണ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്നത്. ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഇനി ബാക്കിയും കൂടെ വറുത്തെടുക്കുക, ജോലി തീർക്കുക, അടുക്കള വൃത്തിയാക്കുക. ഞാൻ നമ്മുടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടാറ്റാ സോസ് ആട്ടോ. ഈ ടാറ്റാ സോസ് ഉപയോഗിച്ച് എന്നാന്ന് വെച്ചാൽ കെച്ചപ്പ് ആണെങ്കിലും വെച്ച് ഓക്കെ, നോ പ്രോബ്ലം. പക്ഷെ കെച്ചപ്പ് വയ്ക്കുമ്പോൾ ഒരു കട്ട്ലേറ്റ് ഫ്ലേവർ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അത് അല്ല, ഇടയ്ക്കൊരു ചിക്കൻ എന്തായാലും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി ചേച്ചി, അത് ബാക്കി ഉണ്ടാന്ന് നോക്കിയത്. ആണല്ലേ, ഞാനത് കണ്ടായിരുന്നു. അപ്പൊ എനിക്കതൊരു ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഇവിടെ ശകലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് 2 കഷ്ണം കഴിക്കാന്ന് പറഞ്ഞു. ഒന്നുമില്ല, വെരി സോറി, അത് തീർന്നുപോയി. പക്ഷെ വിഷമിക്കണ്ട നോബി, ഞാൻ നോബിക്ക് ഇന്ന് സ്പെഷ്യലാ ചെയ്തേക്കുന്നത്. എന്നാന്ന് വെച്ചാല് നോബി ഒരുപാട് സ്ഥലത്തൊക്കെ എന്നാ പറഞ്ഞ എബ്രോഡൊക്കെ ഒരുപാട് പോയിട്ടില്ലേ, സ്റ്റേജ് ഷോസ് ഒക്കെ ആയിട്ട് ചെയ്തിട്ട്. പാകിസ്ഥാനിൽ പോയിട്ടുണ്ടാ? പാകിസ്ഥാനിൽ പോയിട്ടില്ല. കണ്ടോ? അപ്പൊ പിന്നെ ചേച്ചിക്ക് എന്നാ സ്നേഹം നോക്കി. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ പാകിസ്ഥാനി ഡിഷാ. ആണോ? സത്യം പറഞ്ഞ ഇത് കാണുമ്പോ എനിക്ക് ഈ ആയുർവേദ ആശുപത്രി കിഴി കെട്ടി വെച്ചേക്കുന്ന ഒരു കാര്യം എനിക്ക് അതാണ് തോന്നുന്നത്. ഇത് ആയുർവേദ ആശുപത്രി അല്ല ചേച്ചി, കിഴി ഓർമ്മ, പണ്ടത്തെ കിഴിപ്പണ ഓർമ്മ വരും. എന്തായാലും പാകിസ്ഥാൻ ഞാൻ തരാം. അല്ല, ഞാൻ സത്യം ഇതിനെ വിളിച്ചപ്പം തന്നെ വന്നത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സത്യം എവിടെ പോയാലും ഞാൻ ഹോട്ടലിൽ ചോദിക്കും, അവരോട് ചോദിക്കും ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന കട എവിടെ ഉണ്ടെന്ന് ചോദിക്കും. അതാണ് മുന്നിൽ. അപ്പം അതുകൊണ്ട് എന്തായാലും ഈ പാകിസ്ഥാൻ ഡിഷ് തിന്നുന്നതിന് മുമ്പ് ഒരു വന്ദേ മാതരം വിളിച്ചോട്ടെ. മാതരം. ആദ്യം ഭക്ഷണം, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഓ അത് ശരി, ഓക്കെ. എന്തായാലും എനിക്കും അത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് എന്റെ അടുക്കളയിൽ വന്നേച്ച് ഇങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ സ്വാതന്ത്ര്യത്തോടെ കഴിക്കുന്നത് എനിക്കിഷ്ടം. വീട്ടിലങ്ങനെയാണ് സ്ഥിരം.
അമ്മയുടെ ഒന്ന് തല്ല് കിട്ടാറുണ്ടോ? ഇല്ല, വർത്താനം പറയില്ല, അതിനും സാധനം തപ്പുള്ളൂ. അമ്മയ്ക്ക് അറിയാം. അപ്പം കുഞ്ഞ് കയറി വരുമ്പോഴേ അറിയാം അവനോടൊന്നും മിണ്ടണ്ട, അവനവന്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ എല്ലായിടും തപ്പു അല്ലേ? കുഞ്ഞിലെ എനിക്കിതുപോലെ വീട്ടില് പാൽപ്പൊടി ടിന്നിനകത്ത് ഇട്ടു. അപ്പം ഞാൻ ഭയങ്കര പാൽപ്പൊടി കൊതിയനായിരുന്നു. അപ്പോൾ ആ സമയത്ത് പാൽപ്പൊടി കിട്ടാം. അപ്പം ഞാൻ കാണാതെ അമ്മ ഒളിച്ചു വെച്ചേക്ക് പാൽപ്പൊടി. അപ്പം ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോൾ അമ്മ പുറത്തിരുന്ന് പാത്രം കഴുകുന്നു. ഞാൻ ഓടിച്ചെന്ന് പാൽപ്പൊടി പാത്രം തപ്പി. ഇപ്പം ഈ അലമരയുടെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ നോക്കി വെളിയിലോട്ട് നോക്കി കണ്ടില്ല. ഞാൻ ടക്കനെ പാൽപ്പൊടി പാത്രം തുറന്നിട്ട് ഒരു പിടിയെടുത്ത് വായിക്കാത്തിട്ട് സെറ്റായി തൊണ്ടയിലിങ്ങനെ സെറ്റായിട്ട് അനങ്ങാൻ വയ്യ, വാ തുറക്കാൻ വയ്യ. അവസാനം അമ്മ ചെന്ന് തോണ്ടി വിളിച്ചിട്ട് വാ തുറന്നപ്പോൾ കുറേ പൊടി പോയി. ബാക്കി അപ്പം പാത്രം കഴുകിക്കൊണ്ടുന്നൊരു സ്പൂൺ കഴുകിയിട്ട് ആ സ്പൂൺ തന്നെ ഇട്ടിട്ട് ഇളക്കി. അല്ലെങ്കിൽ പാൽപ്പൊടി തൊണ്ടയിൽ കുരുങ്ങിയൊരു ബാലം മരിച്ചെന്ന് അന്നത്തെ പത്രത്തിൽ വന്നതിന് കുറേ നാളായി. എന്തായാലും ദൈവാനുഗ്രഹിച്ച് പാകിസ്ഥാൻ ഡിഷ് എന്തായാലും അങ്ങനെയൊന്നും ഇല്ല. അല്ല, കുഴപ്പമില്ല. എന്തായി പാകിസ്ഥാൻ കഴിച്ചിട്ട്? ഇതിന്റെ പേര് കച്ചോരി ആണല്ലേ? അല്ല, വസീം അക്രമെന്നായിരിക്കും ഞാൻ വിചാരിച്ചത്. കച്ചോരി ഇത് കീമ വെച്ച് ചെയ്യുന്നതാ. പാൽപ്പൊടി പോലെയല്ല, ഇത് വേറെയാ. കീമ എന്ന് പറഞ്ഞാ മട്ടൺ കീമ, കൊത്തി ഇറച്ചിയില്ലേ, അതിനാ കീമ എന്ന് പറയുന്നത്. ബാക്കിയൊന്നും അറിയാൻ മേലല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഒരു പേടിയും വേണ്ട. എന്റെ അടുക്കളയിൽ വന്ന് കഴിക്കുന്നതല്ലേ, ഇതാ ഐശ്വര്യമായിട്ട് കഴിക്കാം. ഒരു പേടിയും വേണ്ട. അയ്യാ, എന്നൊക്കെ പറയുന്നല്ലേ, എന്നാ പറയുന്ന, ഞാൻ ഒറ്റ ഇടി വെച്ച് കൊടുക്കാൻ എനിക്ക് പറ്റൂല കേട്ടോ. അത്ര ആരോഗ്യം എനിക്ക് പോരാ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇരുന്നോണ്ട് എന്തായാലും ഇപ്പൊ കഷ്ടപ്പെട്ട് നിന്നൊക്കെ കഴിക്കുക, അതെനിക്ക് ഇഷ്ടമല്ല. നമുക്ക് അവിടെ പോയി ഞാൻ ഈ പ്ലേറ്റോടെ ഒക്കെ തന്നേക്കാം. നമുക്ക് അവിടെ പോയി എന്നാ എടുത്തോട്ടെ. പിന്നെ എടുത്തോളൂ, ഞാൻ തരുന്നില്ല. ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേ. പണ്ട് ഞങ്ങൾ ആരാധിച്ചിരുന്ന ഒരു സിനിമാ നടിയുടെ കയ്യിൽ നിന്നും പാകിസ്ഥാനിലെ ഡിഷ് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം അതൊക്കെ എല്ലാവർക്കും കിട്ടില്ലേ ഈ ഭാഗ്യം, ഇല്ലേ? സത്യം. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ചേച്ചിയുടെ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അമ്മയാണ് സത്യം. അപ്പോൾ ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഈ കിഴിപ്പണം വാങ്ങിച്ച് കച്ചോരി, സത്യം അത് ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി. പിന്നെ ഷായി ചേട്ടൻ കല്യാണം കഴിച്ചപ്പോൾ അന്നത്തെ കാലത്ത് ചെറുപ്പക്കാർക്കൊക്കെ ചെറിയ വിഷമം ഉണ്ടായി കാണുമല്ലേ? അല്ല, അന്ന് ഞാൻ സ്കൂളിലായിരുന്നു. അന്ന് കോളേജ് അടുത്ത് പറയണ എന്റെ കാര്യം. സിനിമ എടുക്കുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞു. അത് പറഞ്ഞേച്ചും ഞാൻ പറയാം. അപ്പൊ നോമിക്ക് ചാൻസ് ഉറപ്പ്. എന്തായാലും സന്തോഷമുണ്ട്. അത് നമ്മൾ സ്വപ്നത്തെ പോലെ വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാന്ന് ഇതുവരെ വിചാരിച്ചില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഈ കോഴിക്കോടായിരുന്നു ഒരു ഷൂട്ട് എടുക്കുന്നത്. ആ സിനിമയുടെ പേര് ഒരു ബിരിയാണി കഥ എന്നാണ് ഇപ്പോൾ അവർ ഇട്ടേക്കുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ നൊയമ്പ് കാലം ആയതുകൊണ്ട് ഒരുപാട് ഡിഷസ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു 5 ദിവസം നൊയമ്പ് പിടിച്ചു. പിന്നെ അതിന് ശേഷം എന്തോ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും എനിക്ക് എൻ്റെ ഒരു അറിവിന് ചോദിക്കുവാണ്, ഈ കോമഡി ചെയ്യുന്ന ആൾക്കാർ കൂടുതൽ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് അവരിങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുമോ എല്ലാ കാര്യങ്ങളും? അങ്ങനെ അതിപ്പോൾ നമുക്ക് ഇപ്പം ഞാനൊക്കെ സ്റ്റേജ് ഷോ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ എല്ലാവരും പുതുമയുള്ള സംഭവങ്ങൾ, അപ്പം നമ്മൾ ഈ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടു പല ക്യാരക്ടേഴ്സ്, പല സ്ഥലങ്ങളിൽ പല ക്യാരക്ടർ, ചിരിച്ച് ചാവുന്ന എത്രയോ ക്യാരക്ടറുകൾ നമ്മൾ ഓരോരുത്തരെ കണ്ടിട്ട് ചിരിച്ച് ചാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് പിന്നെ സ്റ്റേജ് പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ സ്കിറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ആഴ്ച ഈ 2 സ്കിറ്റ് കൊടുക്കണം. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ആൾക്കാരെ കാണുമ്പോൾ അത് ഈ ഇടയ്ക്ക് ഞാൻ ഒരാളെ കണ്ടു, പുള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ച്. പുള്ളിയുടെ ഡയലോഗാണ് ഇന്നത്തെ മണിയൻ നാളത്തെ കുമാർ. അത് ഞാൻ ആലോചിച്ചിട്ട് എന്താ ഇന്നത്തെ മണിയൻ നാളത്തെ കുമാർ, 2 സാധാ ആൾക്കാരുടെ പേരാണ്. അപ്പോൾ പുള്ളിയുടെ വിചാരം കുമാർ പണക്കാരനായിരിക്കും, അതായിരിക്കും പുള്ളി പറയുന്നത് ഇന്നത്തെ മണിയൻ നാളത്തെ കുമാർ.
ശരിക്കും ഒരു എന്താ പറഞ്ഞ ഒരു മരണ വീട്ടിൽ ചെന്നാലും നമ്മൾ ചിരിക്കാനുള്ള എന്തെങ്കിലും ഒക്കെ കണ്ടുപിടിക്കും അല്ലേ? മരണ വീട് ഞങ്ങൾ പിന്നെ ഞാൻ ഈ കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഒരു മരണ വീട് സ്കിറ്റ് ചെയ്തു. ഈ മരണ വീട് സ്കിറ്റ് ചെയ്ത ആദ്യം മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വേദന ഉള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ആര് മരിച്ചാലും വേദന. പക്ഷേ ഒരു മരണം ബേസ് ചെയ്ത് ഈ വേദനയുള്ള സ്ഥലത്ത് കോമഡി കാണിക്കുമ്പോൾ അത് പവർ കൂടും ആ സാധനത്തിന്. അങ്ങനെ ഞങ്ങൾ ഈ സ്കിറ്റ് ചെയ്ത് സത്യം പറഞ്ഞാൽ സ്പോട്ടിലായിരുന്നു കൗണ്ടറുകൾ വന്നുകൊണ്ടിരുന്നത്. ഞങ്ങൾ സ്പോട്ടിൽ വരെ കൗണ്ടർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ആ സമയത്ത് ഈ ഒരാൾ പറയുന്ന കൗണ്ടർ കേട്ട് മറ്റേ ചിരിക്കുകയാണ്. ഞാനൊക്കെ ചിരിച്ചിട്ട് തോർത്ത് വായിൽ കടിച്ച് പിടിച്ച് സത്യം ഞാൻ അങ്ങനെ ചിരിച്ച് അങ്ങനെ പരസ്പരം ചിരിച്ച് ജഡ്ജസൊക്കെ ഇരുന്ന് ചിരിച്ച് തലതല്ലി. പിന്നെ ഈ സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്തപ്പോൾ എന്നൊരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സ്കിറ്റ് കണ്ടിട്ട് ഒരു അമ്മച്ചി ശ്വാസം വിട്ട് മരിച്ചു. സത്യം. ഞാൻ പിന്നെ പുറത്ത് ആരുടെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. സത്യമാണ്. എൻ്റെ അടുത്ത് പറഞ്ഞു ആരുടെ പറയണ്ട, ചിരിച്ച് ശ്വാസം വിട്ട് മരിച്ചു എന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഒരു 2 ആഴ്ചത്തേക്ക് ഈ പരിസരത്ത് പരിപാടി കൊണ്ട് ഇങ്ങോട്ട് വരരുത്. അപ്പോൾ അവരും പറഞ്ഞില്ല ഇവർക്ക് ശ്വാസം വിട്ടലുണ്ടായിരുന്നു. പിന്നെ ഇതും കൂടെ കണ്ടപ്പോൾ ചിരിച്ച് ആ സത്യമായിട്ടുള്ളൊരു സംഭവമാണിത്. ഇതിനകത്ത് കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിലിട്ട കൗണ്ടറാണ്. ഇപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഈ ഡെഡ് ബോഡി കാണിക്കുന്നില്ല, എന്നാലും ഞങ്ങൾ പറയുന്നത് ഇത് എങ്ങനെയാണ് മരിച്ചത് എങ്ങനെയാണ് അറിയാമല്ലോ. പുള്ളി ഇങ്ങനെ പല്ലിൽ കമ്പി ഇട്ടിരുന്നു. പുള്ളി പല്ലിൽ കമ്പി ഇട്ടിട്ട് പുള്ളി മിന്നൽ വന്നപ്പം വെളിയിലിറങ്ങിയിരുന്നു. മിന്നൽ നേരെ പല്ലിൽ വന്നടിച്ച് സ്പോട്ടിൽ പറയാണ് ഇത്രയും ഭാഗം ഇളവിപ്പോയി, വായുടെ ഇത്രയും ഭാഗം ഇളവിപ്പോയി. ഇപ്പോൾ വായ്ക്കരി ഇടാൻ വായില്ല, പക്ഷെ ഒരു ഗുഹ മാത്രമേ ഉള്ളൂ. സ്പോട്ടിലിങ്ങനെ പറയണം. അപ്പോൾ അടുത്ത ആൾ പറയണം അപ്പോൾ ഇനിയിപ്പോൾ വായ്ക്കരി ഇടണമെങ്കിൽ പറ്റില്ലല്ലോ, ഇനിയിപ്പം പിന്നെ ചാക്കിന് കൊണ്ട് തട്ടാനേ പറ്റുള്ളൂ ഗുഹ. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലത്ത് ഇത് കണ്ടതല്ല ഈ മരണം. അപ്പോൾ ഓരോ ക്യാരക്ടറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തങ്ങനെ ചെയ്ത നല്ല ഹിറ്റായ ഒരു സ്കിറ്റായിരുന്നു അത്. ഇപ്പോഴും ആൾക്കാർ ഏകദേശം ഒരു 5 വർഷം കഴിഞ്ഞ് ഈ സ്കിറ്റ് ഞങ്ങൾ ചെയ്തിട്ട് ഇപ്പോഴും ആൾക്കാർ ഇത് പറയാം. ശരിക്കും ഈ ഫീൽഡിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ഞാൻ ഈ മിമിക്രി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ മിമിക്രി അങ്ങനെ ചെയ്യില്ലായിരുന്നു. അന്ന് മോണോ ആക്ട്, കഥാപ്രസംഗം, നാടകം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച സമയത്ത് അപ്പോൾ ലാസ്റ്റ് സ്കൂളിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അന്നൊരു നാടകം ചെയ്തു. നാടകം സീരിയസ് നാടകമാണ്. അപ്പോൾ ഞാൻ അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പെൺകുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ വേണ്ടി ഉച്ചയ്ക്ക് ശേഷമാണ് നാടകമെങ്കിലും രാവിലെ പോയി മീശയൊക്കെ ഒട്ടിക്കും. അന്ന് പിള്ളേരും വന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ജുബയൊക്കെ ഇട്ട് വില്ലനാണ്, ഒരു കത്തിയൊക്കെ ഉണ്ട് കയ്യിൽ. ഇതൊക്കെ കൊണ്ട് അന്ന് ഗൾഫുകാരെ വീട്ടിൽ ചെന്നിട്ട് തിളങ്ങുന്ന കത്തി ഒന്ന് തരുമോ, കളയരുത്, ഇനി കൊണ്ടുവരണം. അങ്ങനെ ബാഗിൽ സൂക്ഷിച്ച് കൊണ്ടുപോയി കത്തി. എന്നിട്ട് സ്കൂളിൽ ചെല്ലുമ്പോൾ സാറുമാർ പറയടേ അത് വെളിയിലൊന്നും എടുത്ത് കളിക്കരുത് കേട്ടോ, പുരട്ടിയൊക്കെ വിടും. അപ്പോൾ അന്ന് രാവിലെ തന്നെ ചെന്ന് മീശ ഒട്ടിക്കും. മീശയൊക്കെ ഒട്ടിച്ച് അവിടെ കിടന്നു. അപ്പോൾ ഈ നാടകത്തിൽ ഞാൻ ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്തത്. അപ്പം ഞാൻ ഓടി വന്ന് നായകനെ ഇങ്ങനെ പിടിച്ചിട്ട് എന്ന് കുത്താൻ പോകുന്ന സീനുണ്ട്. ഞാൻ ഓടി വന്നതും തെന്നി വീണ് സ്റ്റേജിനകത്ത് ഈ മണ്ണിളവി പിള്ളേർ ഒപ്പനയൊക്കെ കളിച്ചിട്ട് ഇളവി ഞാൻ ശ്രദ്ധിച്ചില്ല, ഓടി വന്ന് ബാലൻസ് കിട്ടില്ല. അപ്പോൾ നമുക്കൊരു ചെറിയ പേടിയും ഉണ്ട്. ഇതുകൊണ്ട് ഓടി വന്ന് വീണപ്പം തുടങ്ങിയ ചിരിയാണ്. പിള്ളേർ വീഴുമ്പോൾ പിള്ളേർ ചിരി തുടങ്ങി. പിന്നെ എൻ്റെ എല്ലാ ഡയലോഗിനും ചിരി. ഈ നാടകത്തിലെ വില്ലനാണ്. അങ്ങനെ ഈ നാടകത്തിൻ്റെ റിസൾട്ട് പറയുന്നത് ഈ വെള്ളിയാഴ്ച മത്സരം കഴിയും, പിന്നെ ശനി ഞായർ അവധിയാണ്. അപ്പോൾ തിങ്കളാഴ്ച വരുമ്പോൾ ബോർഡ് എഴുതി വെച്ചേക്കും, റിസൾട്ട് ഇങ്ങനെ ബോർഡിൽ ഇങ്ങനെ എഴുതി ഒട്ടിച്ച് വെച്ചേക്കും. അങ്ങനെ ഞാൻ നോക്കിയപ്പം മികച്ച കൊമേഡിയൻ ഞാൻ വില്ലനാണ്. പിന്നെ ഞാൻ പറയുന്ന എല്ലാ ഡയലോഗിനും പിള്ളേർ ചിരിയായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അവാർഡാണ് വില്ലൻ ചെയ്ത് മികച്ച ഹാസ്യം എന്നുള്ള അവാർഡ്. സ്കൂളിൽ വെച്ച് മേടിച്ച വ്യക്തി ഞാനായിരിക്കും ലോക ചരിത്രത്തിൽ. ഞാൻ എന്ത് പറഞ്ഞാലും ചിരി. നിന്നെ പിന്നെ കാണിച്ചെന്ന പിള്ളേർ ഇങ്ങനെ പത്തി പഠിച്ച് ജഡ്ജസ് ആയിട്ടിരുന്ന എല്ലാം നമ്മളെ സാറുമാരല്ലേ, ഇവരും ചിരിക്കുന്നു. തിരിച്ചെണീറ്റും ബാക്കിലും മണ്ണ്, അതും കണ്ട് ചിരി. അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് വന്നാലും ചിരി. ഇത് അങ്ങനെ ഞാൻ ഞെട്ടിപ്പോയാണ്. അങ്ങനെ ആദ്യത്തെ അവാർഡ് അതായിരുന്നു, വില്ലൻ ചെയ്തിട്ട് മികച്ച ഹാസ്യനടനുള്ള ആ വർഷത്തെ അവാർഡ്. അപ്പം അവിടെ നിന്ന് പിന്നെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ IT പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് അപ്പോൾ ഈ മിമിക്രിയുടെ ഒരു തരംഗമായിരുന്നു ആ സമയത്ത്.
മിമിക്രി ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ ഒരുപാട് ഷോയിങ് ആ കാര്യങ്ങൾ. പിന്നെ മിമിക്രിയിലോട്ട് ഇറങ്ങിയ കാര്യം മോണാക്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു താല്പര്യം മിമിക്രിയിലോട്ട്. അങ്ങനെ ഒരുപാട് ട്രൂപ്പിൽ ചാൻസ് വെച്ച് നടന്നു. അന്ന് ഈ സിനിമ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമാടന്മാർ മദ്രാസിൽ പോയി സിനിമയിൽ ചാൻസ്. അതുപോലെ കേരളത്തിലെ മിക്ക ട്രൂപ്പിലും പോയിട്ട് മിമിക്രി ചാൻസ് വരുന്നു. അപ്പോൾ അവർ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ വിട്ട് അങ്ങനെ ഒരു ട്രൂപ്പിൽ തിരുവനന്തപുരം സാരഥി എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് പ്രൊഫഷണൽ. അപ്പോൾ അതിൽ ആ വർഷം ചേർന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകൾ കളിക്കാറുണ്ട്. അപ്പം നമ്മളെയൊക്കെ ഒരിതിൽ ഒന്ന് ഒതുക്കും. അങ്ങനെ ഒതുക്കി നിർത്തി. അങ്ങനെ പിന്നെ നമുക്ക് സ്കിറ്റുകളൊക്കെ അവരാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്യണം, സീനിയർ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മണിയണ്ണൻ, മണിയണ്ണൻ അന്ന് ഒരു ഡ്രാമ എഴുതി. ഒരു ഡ്രാമ എഴുതിയിട്ട് അത് 3 ക്യാരക്ടറായിരുന്നു. അപ്പോൾ ആ ക്യാരക്ടറുകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. മക്കു, പൂക്കി, ഉഗ്രൻ എന്ന് പറഞ്ഞ 3 കൊള്ളക്കാരുടെ ഒരു കഥ. ഭയങ്കര കോമഡിയായിരുന്നു. പഴയ കൊള്ളക്കാരില്ലേ, ആ സംഭവം വെച്ചിട്ടൊരു സാധനം എഴുതി. ഇതിനകത്ത് ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. ഈ ഉഗ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറായിരുന്നു. കാര്യം ഭയങ്കര കോമഡിയായിരുന്നു. ഈ സാധനം ഞങ്ങളന്ന് കളിച്ചിട്ട് ഇതിലൊരു ക്യാരക്ടർ എനിക്ക് തന്നത്. ഈ സാധനം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇന്നൊരു സ്റ്റേജിൽ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ അന്വേഷിക്കും ഇനി ഈ പ്രോഗ്രാം എവിടെ ഉണ്ട്. അങ്ങനെ ഇത് കാണാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ ആൾക്കാർ വന്നു. പിന്നെ അന്നന്ന് ശമ്പളമൊക്കെ ചെറിയ തുച്ഛമായ ശമ്പളത്തിൽ മിമിക്രി കളിച്ചു. പിന്നെ അടുത്ത വർഷം മിക്ക ട്രൂപ്പുകാരും വിളിക്കാൻ തുടങ്ങി. നമ്മൾ പോയി ചാൻസ് ചോദിച്ച ട്രൂപ്പുകാരൊക്കെ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പം നോബിക്ക് ശരിക്കും മിമിക്രിയോടാണ് കൂടുതൽ ഇഷ്ടം? മിമിക്രി ഇപ്പോഴും ഞാൻ സ്റ്റേജ് ഷോ ചെയ്യാറുണ്ട്. പിന്നെ ചാനലിലേക്ക് വന്നതാ? പിന്നെ അതിനുശേഷം സ്റ്റേജിലൊരു ഇത് കിട്ടണമെങ്കിൽ ചാനലിൽ അത്യാവശ്യം പരിപാടികൾ കാര്യം ഞങ്ങൾ നോക്കി. അപ്പോൾ ഈ ചാനലിൽ അത്യാവശ്യം പരിപാടിയുള്ളവർ ഇപ്പം ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ ഒരാൾ വന്നു കഴിഞ്ഞാലും നമ്മളെയൊന്നും അറിയില്ല. അപ്പോൾ അത്യാവശ്യം അന്ന് ചാനലിലൊക്കെ പെർഫോം ചെയ്യുന്ന അവരൊക്കെ പോസ്റ്ററുണ്ട് കാണുമ്പോൾ ഇവർ കൊള്ളാമല്ലോ, ഇവർ പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി. അപ്പം ഞങ്ങളെയൊക്കെ കാണുമ്പോൾ ഇതാടെ മാറ്റ് അടുത്ത് പോയി ഇത് ഇവർ സീരിയലുണ്ടല്ലേ കോമഡി ഇത് കഴിക്കാം ഇവരെ പരിപാടി ഇതെത്തോളം അന്ന് അവർ പറയുന്ന പൈസയും കൊടുക്കും. അപ്പം നമ്മൾ ചാനലിൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ ചാനലിലും പോയി. ഇല്ല, എല്ലാ ചാനലിലും പോയെന്ന് ചാൻസ് അന്വേഷിച്ചു എന്തെങ്കിലും പരിപാടി ഉണ്ടോ അങ്ങനെ ഓരോരുത്തരെ വിളിക്കും. അങ്ങനെയാണ് ഈ കോമഡി സ്റ്റാഴ്സിൻ്റെ ഒരു ഇത് വന്നത്. അതിന് ഞങ്ങളപ്പോൾ ഇതറിഞ്ഞു. ഞങ്ങൾ ഇതിനു വേണ്ടി ഓഡിയേഷൻ ഉണ്ടായിരുന്നു. ഓഡിയേഷന് ഞങ്ങളൊരു 4 പേര് കൂടി ചെന്നു. അപ്പം എല്ലാവർക്കും ഈ മിമിക്രിയുടെ ഇതാണ് മത്സരമാണ്. അപ്പോൾ ഇതെങ്ങനെ പോകും എന്നറിയില്ല. എന്നാലും ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേര് ചെന്നിട്ട് ഒരു സ്കിറ്റ് ചെയ്യണം. നമ്മൾ സ്റ്റാഴ്സൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഈ സ്റ്റാഴ്സൊന്നും ചെയ്യില്ല, സിനിമാ നടന്മാരുടെ ശബ്ദമൊന്നും ചെയ്യില്ല. അപ്പോൾ അത് ചെയ്യുന്ന ഒരാളിനെ വിളിച്ചു. പിന്നെ ഞങ്ങളൊരു സ്കിറ്റൊക്കെ ചെയ്തപ്പോൾ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച് എല്ലാവർക്കും ഷേക്ക് ഹാൻഡ് എന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സെലക്ഷൻ ഇല്ല പൊയ്ക്കോളൂ. അങ്ങനെ ഇല്ല എഡിറ്റ് ഷേക്ക് ഹാൻഡ് എന്നിട്ട് പറഞ്ഞ് നിങ്ങൾക്ക് ഇല്ല സാരമില്ല, നമുക്കിനി അടുത്ത ഓഡിയേഷൻ നോക്കാം. കാര്യം അപ്പോൾ ഇത് തീർന്നിട്ട് പിന്നെ വിളിക്കുമല്ലോ. അങ്ങനെ നിന്ന് ഞാൻ ക്രിസ്മസിന് പള്ളിയിൽ കരോളിന് പോയ സമയത്ത് എനിക്കൊരു ഫോൺ കോളും ഇതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചു. ഞാനും ഉണ്ട്, എൻ്റെ ഫ്രണ്ടുണ്ട് അരുൺ. അപ്പോൾ അരുണെ എന്നെയും വിളിച്ചു. നിങ്ങൾ ഈ ടീമിൽ കയറ്റിവിടാൻ. ഇല്ല സാറേ ഇപ്പം ബാക്കി അവർ വേണ്ട സാറേ എന്ന് പറഞ്ഞു. ഞാനതങ്ങ് വിട്ടു. ഞാൻ പറഞ്ഞു ഇല്ല സാറേ സോറി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ചേർത്തല പ്രോഗ്രാം സമയത്ത് അരുൺ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടാ പിന്നെ ഇതുപോലെ എന്നെ വിളിച്ചിരുന്നു അവിടെ, അപ്പോൾ നമുക്ക് പോയാൽ എന്ത്? ഞാൻ പറയും വേണ്ട ഇനിയിപ്പോൾ അവന്മാർ. കാര്യം മറ്റവർ രണ്ടുപേരും എൻ്റെ ട്രൂപ്പിൽ കളിക്കണം. അരുണ് ട്രൂപ്പിലില്ല, അരുണ് അന്ന് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എനിക്കത് ഇനി വേണ്ടടാ, ഇല്ല നീ ഒന്ന് വാ. അങ്ങനെ ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് രാത്രി അവിടെ നിന്ന് ബസ്സിൽ കയറി ട്രിവാൻഡ്രത്ത് വന്നു. അന്ന് റിഹേഴ്സലൊന്നുമില്ല. ഒരു ടീമിൽ ഞങ്ങൾ 4 പേര്, ഞാൻ, അരുൺ, കിഷോർ, നെൽസൺ. അന്ന് ആ ടീമിൽ കയറി ഒരു പെർഫോം ചെയ്തു. അന്നത് ടോപ്പ് മാർക്ക് മേടിച്ചിട്ട് പിന്നെ നോക്കിയപ്പോൾ ഈ പ്രോഗ്രാം എല്ലാവരും കാണാൻ തുടങ്ങി. ആ ഒരു ഇതിലാണ് ഇപ്പോഴും ഇവിടെ ഞങ്ങൾ ഷോ ചെയ്യും. അതിൽ ഒരാൾ മരിച്ചുപോയി, അരുൺ. എൻ്റെ ഫ്രണ്ട് അരുൺ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ അനുജനായിരുന്നു. സ്റ്റേജ് ഷോയ്ക്ക് പോകുന്ന വഴിയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി. ഞാനും അരുണും പോയ വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് ആ പുള്ളി മരിച്ചത്.
അപ്പോൾ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഞാൻ വെച്ച് മടിച്ച് ഞാൻ വന്ന് പോകുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ വന്നിട്ട് കുഴപ്പമില്ല, വാ, വിഷയമല്ല, നമുക്ക് ഇങ്ങനെ അവൻ്റെ ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലടാ, എനിക്ക് പിന്നെ ഒരു മാനസികമായിട്ടൊരു വിഷമം തോന്നി. പിന്നെ പോയി, പിന്നെ നിർബന്ധിച്ച് പോയി. എൻ്റെ ആദ്യത്തെ ഞാൻ ആക്സിഡൻറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വീൽ ചെയറിലിരുന്നാണ് അഭിനയിച്ചത്, ഒരു ആദ്യത്തെ സ്കിറ്റ് ചെയ്തത്. അതിന് ശേഷം ഈ ഷോയ്ക്ക്. അപ്പോൾ അത് ഭയങ്കര ഇതായിട്ട് അത് വീണ്ടും ജഡ്ജസൊക്കെ നല്ല കമൻറ്റ്, നല്ല സപ്പോർട്ട് തന്നു, ഒരു പോസിറ്റീവ് എനർജി തന്നു എല്ലാവരും. അങ്ങനെ പിന്നീടാണ് ഫിലിമിലേക്ക്, അവിടെ നിന്ന് ഒരുപാട് ആക്ടേഴ്സ് കണ്ട് ഫിലിമിലേക്ക് വിളിച്ചു. അങ്ങനെ ഒരു ഇപ്പം 45 പടത്തിൽ അഭിനയിച്ചു ഞാൻ ഇനി കുറച്ച് ഗ്യാപ്പ് ഇടാം. ഒന്നാമത്തെ കാര്യം, നോബിക്ക് ഫുഡിനോട് ഭയങ്കര ഇഷ്ടം. അവിടെ വെച്ച് എന്നോട് മിണ്ടരുതെന്ന് പറഞ്ഞ് ഞാൻ മിണ്ടാതെ എന്നെ പിടിച്ച് മേടിച്ചോണ്ട് പോയത്. ഇടയ്ക്കിടയ്ക്ക് വരുന്നു, പിന്നെ ഞാൻ ഈ കൈ കൊണ്ട് പിടിച്ച് ഇനി കഴിച്ചോളൂ, ഞാൻ ഇച്ചിരി നേരം മിണ്ടുന്നില്ല. കാണിക്കുന്നത് ഞാൻ തെറ്റല്ലേ? കച്ചേരി കച്ചേരി അല്ല നോബി, കച്ചൂരി അല്ല ഞാൻ പറഞ്ഞത്, കച്ചൂരി അല്ല കച്ചോരി. കച്ചോരി അല്ല, ഞാൻ കച്ചേരി കേൾക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. മറക്കാതിരിക്കാൻ വേണമെങ്കിൽ ഓർത്തിരിക്കാം. അല്ല, ഈ പ്രോഗ്രാമിന് പോകുമ്പം ഫസ്റ്റ് കച്ചേരിയൊക്കെ ആയിരിക്കുമല്ലോ സ്റ്റേജിലൊക്കെ. അപ്പം അന്ന് ഒരുപാട് കച്ചേരി, അന്നൊക്കെ ഇത് കാണണമായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിപ്പോ റോ ആയിട്ട് അത് തന്നെയല്ല കഴിച്ചേ. ഇനി ഇത് ഈ സോസ് കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയാൽ ഞാൻ എടുത്തുതരാം. അതും പാകിസ്ഥാനിലെ തന്നെ, ഇന്ത്യയിലുള്ള എന്തെങ്കിലും. ഇത് ഇന്ത്യ, ടൊമാറ്റോ ഇന്ത്യയിൽ കേരളയിലുണ്ടായിരുന്നു. എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. എല്ലാവരും ഓരോ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് ആദ്യമൊക്കെ 2-3 ദിവസം കഴിക്കും, പിന്നീടൊരു ബുദ്ധിമുട്ടായി. പിന്നെ ഇച്ചിരി ചോറ് കിട്ടാനായിട്ട് നമ്മൾ തരും ചോറിന് വേണ്ടിയിട്ട് അല്ലേ? ഏതെങ്കിലും ഒരു മലയാളി ഉണ്ടോ ചോറ് തരും? അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ ഒരു ഷോയ്ക്ക് പോയിട്ട് ന്യൂയോർക്കിൽ നിന്ന് വേറെ ഏതൊരു സ്ഥലത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഇവിടെ കൊണ്ട് ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തും, അവിടെ നിന്നുള്ള ഈ അതൊക്കെ കഴിച്ച് എങ്ങനെ ദേഷ്യമായിട്ടേ. അപ്പം പറഞ്ഞ് ഒരു കാര്യം ചെയ്ത് നമുക്ക് ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് നോക്കാം. ഇരുന്നിരുന്ന് ബസ്സിനകത്തിരുന്ന് വയ്യ. അപ്പോൾ ചെക്ക് ചെയ്തു, കാണുന്നുണ്ട്, കാണാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഓ, എല്ലാവരും മുഖത്ത് ഒരു ചിരി. പക്ഷെ 600 കിലോമീറ്റർ പോകണമെന്ന്. പിന്നെ നമുക്ക് പ്രോഗ്രാമിന് പോയി 200 കിലോമീറ്റർ കൂടെ ഉള്ളു. അവിടെ ചെന്നിട്ട് പിന്നെ 600 കിലോമീറ്റർ പിന്നെ അവിടെ ചെല്ലുമ്പോൾ പിന്നെ മലയാളീസ് അല്ലേ, അവർ പിന്നെ ഫുഡെല്ലാം. പിന്നെ എത്രയായാലും നമുക്ക് അവിടെ ചെന്നാലും നമ്മുടെ ഫുഡ് ഇച്ചിരി കിട്ടിയ സന്തോഷം, തൃപ്തി വരത്തുള്ളൂ. തൃപ്തി വരുള്ളൂ. സത്യം പറഞ്ഞ ഒത്തിരി സത്യം. നമ്മളിപ്പോ ഫിലിമിലൊക്കെ ചെയ്തില്ലേ റോബി? അപ്പൊ ഈ സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഇടയിൽ വരുമ്പം എങ്ങനെ മാനേജ് ചെയ്യുന്നേ? അയ്യോ, എന്നപ്പാ അപ്പം വെള്ളം വേണം. നമ്മളല്ല, ഈ ഫിലിമിന് തുടക്കമല്ലേ, അപ്പോൾ നമ്മളവിടെ ചെന്നിട്ട് എങ്ങനെ പറയാൻ തന്നെ ഒരു പേടിയായിരിക്കും. ചിലപ്പോൾ നമുക്കന്ന് ഷോ ആയിരിക്കും, ഷോ നമ്മളെ വെച്ചിട്ട് കൊടുത്തേക്കുന്ന ഷോ ആയിരിക്കും. പക്ഷേ ഫിലിമിൽ ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ചെന്നിട്ട് ഹോട്ടൽ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു പടം, അപ്പോൾ ആ പടത്തിലേക്ക് അനുവേട്ടൻ ഇങ്ങനെ ഫേസ് ചെയ്ത് അജി ജോൺ ഡയറക്റ്റ് ചെയ്ത്. അപ്പം ഞാൻ ഒരു സിനിമയിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്ന ആ പടത്തിലാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു ചെറിയ വേഷം ചെയ്യാനാണ് പോയത്. അപ്പോൾ അതിനകത്തൊരു അത് കണ്ടപ്പോൾ അനുവേട്ടന് ഇഷ്ടപ്പെട്ടിട്ട് അവർ ആ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെ ആ പടം എറണാകുളത്ത് ഷൂട്ട് ഞാൻ ഒരു ദിവസത്തേക്ക് പോവുകയാണ്. അപ്പം പിന്നെ എനിക്ക് എന്നോട് പറഞ്ഞ ഒരു 8 ദിവസം 9 ദിവസം കൂടെ ഉണ്ട് ഷൂട്ട്. ഈ 9 ദിവസം എറണാകുളത്ത് ഷൂട്ട്, എനിക്ക് പ്രോഗ്രാം മൊത്തം ട്രിവാൻഡ്രം. ഞാൻ ആലോചിച്ചു, ദൈവമേ ഇതെന്ത് ചെയ്യും? എനിക്ക് അവരുടെ അടുത്ത് പറയാൻ പറ്റുമോ, ചേട്ടാ വേണ്ട ഇനി ഞാൻ ഒരു ദിവസം ചെയ്തോളാം, സിനിമയല്ലേ. ഞാൻ രണ്ടും കൽപ്പിച്ച് ഞാൻ നിന്നിട്ട് ഞാൻ അനുവേട്ടൻ്റെ അടുത്ത് പറയാം, അനുവേട്ട എനിക്ക് പ്രോഗ്രാം ഉണ്ട് ട്രിവാൻഡ്രത്താണ് ട്രൂപ്പിൻ്റെ, അപ്പോൾ നിനക്ക് പോകണോ? ഞാൻ പറയാം, അപ്പോൾ എങ്ങനെ ചെയ്യും? ഞാൻ ഒരു കാര്യം ചെയ്യണം, എവിടേക്കാണ് പ്രോഗ്രാം? അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൊല്ലമുണ്ട്, ട്രിവാൻഡ്രം ഉണ്ട്, ഇങ്ങനെ കിടപ്പുണ്ട്. ഈ 8 ദിവസം പ്രോഗ്രാം ഉണ്ട്, 8 ദിവസം ഷൂട്ടും ഉണ്ട്. അങ്ങനെ ഈ എല്ലാ ദിവസവും എന്നെ അപ്പോൾ ഒരു കാര്യം ചെയ്യും, നീ രാവിലെ 7:30 മണിക്ക് ഷൂട്ടിന് വരണം, നിന്നെ ഒരു 5 മണി 5:30 ആകുമ്പോൾ വിടാമെന്ന് പറയും. എല്ലാ ദിവസവും ഞാൻ 5:30 മണിയാകുമ്പോൾ, ചില ദിവസം 3 മണിക്ക് തീരും,
ചില ദിവസം 4 മണിക്ക്, ചിലപ്പോൾ 5-5:45 അവിടെ നിന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് വരും പ്രോഗ്രാമിന്. സന്ധ്യയ്ക്ക് ശേഷം സന്ധ്യയ്ക്ക് ശേഷം വണ്ടിയിൽ ഇവിടെ പ്രോഗ്രാം കഴിയുമ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയും ബാലൻസ് ചെയ്യണം, ഒരു മണിക്കൂറൊക്കെ ഒന്ന് തള്ളിപ്പിടി. അങ്ങനെ ബാലൻസ് ചെയ്തിട്ട് 8 ദിവസം ഞാൻ ട്രിവാൻഡ്രം ഷൂട്ടിന്. പക്ഷേ പ്രോഗ്രാം എല്ലാം സക്സസ് ആയിരുന്നു. ആ പടത്തിൽ ആ ക്യാരക്ടർ എനിക്ക് വലുതായിട്ട് ഗുണം ചെയ്ത്. അങ്ങനെ കഷ്ടപ്പെട്ട ഫലം ഉണ്ടായിരുന്നു. ഫാമിലിയോ? അമ്മ, അച്ഛൻ? അമ്മ, അച്ഛൻ, പപ്പ ഒന്ന് വിളിക്കണം. അപ്പോൾ പപ്പ, അമ്മ. അതിനുശേഷം ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞു, ഒരു മോനായി. ഭാര്യയുടെ പേര് ആര്യ, ട്രിവാൻഡ്രമാണ്. പെങ്ങന്മാരോ ആങ്ങളമാരോ? ഇല്ല, ഞാൻ ഒറ്റ ആളേ ഉള്ളൂ. അതെ. ഇനി നമ്മുടെ പ്രേക്ഷകര് നോബി നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചു. എനിക്ക് ആദ്യത്തെ കോമഡി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മച്ചീനെ എന്റെ ദൈവം എനിക്ക് അറിയാമല്ല, ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് പിന്നെ ചിരി വരും, എന്റെ കവള് നോവും. അയ്യോ, നമ്മളൊക്കെ വേറെ വലിയൊരു കഥയുണ്ട്, അത് പറയട്ടെ. അത് ഭയങ്കര കോമഡി കഥ. അത് ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു കഥയാണ്. ഈ ഇടയ്ക്ക് ഞാൻ ഓരോരുത്തർ ഇങ്ങനെ കഥ പറയുമ്പം ഞാനിത് കേൾക്കും. എനിക്ക് കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഈ കോമഡി കഥയാകുമ്പോൾ പിന്നെ നമുക്ക് കൊണ്ടിട്ട് വിൽക്കാം ഈ കഥ. അപ്പോൾ ഈ ഇടയ്ക്ക് ഞാനൊരു കഥ കേട്ട് ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ച് ഞാൻ തറയിൽ വീണു. അത് ഒരു ആഹാരത്തിൻ്റെ കോമഡിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വെച്ചത്. കാര്യം ഭഗത് മാനുവൽ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റുണ്ട്, ഭഗത്ത്, നമ്മൾ മലർവാടിയിലുള്ള ഭഗത്തിൻ്റെ. അപ്പം ഞങ്ങളിങ്ങനെ ഇങ്ങനെപ്പോൾ ഒരു പടത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന്, അപ്പം ഭഗത്തിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട്, റിമോ എന്നാണ് അവൻ്റെ പേര്. അപ്പം അവൻ ഭയങ്കര കോമഡിയാണ്. അവൻ ഇങ്ങനെ ഒരു കഥ പറഞ്ഞ്, ഞാനൊരു കഥ പറയും, അവൻ ഒരു കഥ പറയും, ഞാൻ വേറൊരു കഥ പറയും, അങ്ങനെ അവൻ ഒരു കഥ പറയും. അവൻ സ്കോർ ചെയ്ത് ആ കഥ കേട്ട് ചിരിച്ച് ഞാൻ ഇപ്പോഴും അത് ആലോചിച്ചിരിക്കുക. അവൻ പറഞ്ഞ കഥ. അപ്പോൾ ഇവൻ താമസിക്കുന്ന സ്ഥലത്ത് തൊട്ട് താഴെ ഒരു പയ്യനുണ്ട്. അപ്പോൾ അവൻ വന്നിട്ട് ഇവനെ വിളിച്ച്, ചേട്ടാ ഫ്രീ ആണോ? അപ്പോൾ ഇപ്പം ഞാൻ ഫ്രീ ആണ്, ബാ, ഉഗ്ര മീനിരിപ്പുണ്ട് വീട്ടിൽ. അപ്പോൾ അവൻ ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ആളുണ്ടോ? ഉമ്മ അവിടെ ഉണ്ട്. ചേട്ടൻ വാ, ചേട്ടൻ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ, മൂവാറ്റുപുഴയാണ് വീട്, റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ചേട്ടാ, ഉഗ്ര മീൻ എന്ന് പറഞ്ഞ്. ഇവൻ ചെന്നപ്പോൾ ഒരു വലിയ പാത്രത്തിനകത്ത് 2 കിട്ടില്ല മീൻ, ഏകദേശം ഈ നീളമുണ്ട്, നല്ല ഭംഗി, ഇവിടെയൊക്കെ ഇതൊക്കെ ഉള്ള. അപ്പോൾ അവിടെ ഡാമിൽ ചൂണ്ടിട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മീൻ കിട്ടും. അപ്പോൾ ഇവൻ ചോദിച്ചു, ഇതെവിടെ നിന്ന്? അവൻ ചേട്ടൻ കൊണ്ട് വെച്ചാണ് തോന്നുന്നു. അവൻ ഇന്നലെ രാത്രി ഇടുക്കി പോയിരുന്നു. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചൂണ്ടായിട്ട് കൊണ്ടുവന്ന്. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ, അവൻ്റെ ഉമ്മ പറഞ്ഞു, എടാ എനിക്ക് നന്നാക്കാൻ അറിയില്ല മീൻ, നിനക്കറിയാമോ? ഇവനറിയാം മീൻ. അങ്ങനെ ഇവന്മാർ രണ്ടുപേരും കൂടെ കത്തിയൊക്കെ എടുത്ത് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി എല്ലാം സെറ്റപ്പ് ആയിട്ട് പറഞ്ഞു, ചേട്ടാ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇല്ലടാ, ഉമ്മ വഴക്ക് പറയും, ഉമ്മ ഇവിടെ ഞാൻ വീട്ടിൽ ചെന്ന് ഇച്ചിരി ചോറെടുത്തോണ്ട് വരാം, എല്ലാം അടുത്തടുത്ത് വീടുകളല്ലേ, അപ്പോൾ ചോറെടുത്തോണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇവൻ വീട്ടിൽ പോയി. നല്ല മീനിൻ്റെ മണം വരുന്നുണ്ട്. അവൻ വീട്ടിൽ പോയി ചോറെടുത്ത് ഇച്ചിരി മോരൊക്കെ അതിനകത്ത് ഒഴിച്ച്. അവൻ്റെ ഉമ്മ വെച്ച്, നീ എവിടെ പോന്നു? അപ്പോൾ ഞാൻ താഴെ പോയി കഴിക്കാം. അവൻ്റെ ഇന്നലെ ഡാമിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് വന്നു, അത് വറുത്ത്. വേണ്ട, ഇവിടെ നിന്ന് കഴി. ഇല്ലമ്മ ഞാൻ പോകണം. കൊതി ഇടക്കുകയല്ലേ മീൻ, ഇവനാണ്, ഞാനല്ലേ വൃത്തിയാക്കിയത്, അപ്പോൾ എനിക്ക് കഴിക്കേണ്ടെന്ന് പറഞ്ഞ് ഇവൻ എന്ത് പറയുമോ ഇങ്ങനെ ചെന്നപ്പം ഇവൻ വെളിയിലോട്ടിറങ്ങിയപ്പം ഈ റെഡിയാക്കിയ വീട്ടിൻ്റെ ഫ്രണ്ടിലൊരു മീനൊക്കെ റെഡിയാക്കി വെച്ചു. അവൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ആട്ടോ വന്നു. അപ്പോൾ ഇപ്പം സംഭവം പോയി, അവിടെ ഗസ്റ്റുകൾ വന്നു, ഇനി അങ്ങോട്ട് പോയാൽ കിട്ടുകയില്ല. അപ്പോൾ ഇവ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കി, ആരെന്ന് നോക്കിയപ്പം ഈ ആ വീട്ടിലെ ചെറുക്കൻ്റെ ചേട്ടൻ ഈ മീൻ കൊണ്ടുവന്നു. അവൻ ഓട്ടോയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി, ഡ്രൈവറും ഇവൻ്റെ കൂടെ ഇറങ്ങിയിട്ട് രണ്ടുപേരും കൂടെ ഓട്ടോയ്ക്കകത്തുന്നു വലിയ അക്വേറിയം ടാങ്ക് പിടിച്ചിറക്കി. ഈ ഇത്ര നീളമുള്ള അക്വേറിയം ടാങ്ക് രണ്ടുപേരും കൂടി ചുമന്ന് വെളിയിലിറക്കി ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റോ ചോറും കൊണ്ട് വെളിയിലിരിക്കുകയും ചെയ്ത് ഇത് കണ്ടോണ്ട് അകത്ത് കയറി വന്ന് ഈ അക്വേറിയം ടാങ്ക് ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, ഞാൻ പിടിക്കണം. അപ്പോൾ വേണ്ട കേട്ടോ, ഞാൻ പിടിച്ചോളാം, ഞാൻ അങ്ങനെ കൊണ്ട് ചേട്ടാ കയ്യിലെടുത്ത് വെച്ചെന്നു. അത് ഞാൻ പോയിട്ട് അപ്പോൾ ഓട്ടോ ഡ്രൈവർ ബാക്ക് സീറ്റ്, അടി ഇതൊക്കെ എടുക്കണ്ടേ? ഈ മീനിൻ്റെ തീറ്റി, ഈ എയർ പോകുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ പൈപ്പ് കണക്ഷൻ്റെ മേളിൽ വെക്കുന്ന ഒരു മേൽക്കൂര, ഇതെല്ലാം കൂടെ ഡ്രൈവർ ഓട്ടോടെ ഡിക്കിന്നെടുത്ത് ഇങ്ങനെ പോയി. ഇവൻ അക്വേറിയം കൊണ്ട് അകത്ത് കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ശബ്ദമൊന്നുമില്ല. പിന്നെ ക്ലിങ് എന്നൊരു ശബ്ദം, അത് ഈ അക്വേറിയം ടാങ്ക് തറയിലിട്ട ശബ്ദം. അങ്ങനെ ഇവൻ എന്തെന്ന് പറയും, ഇവൻ ഒന്നും അറിയാൻ പറ്റില്ല. പറഞ്ഞു ബാക്കിൽ കൂടെ ചെല്ല. ഇത് ബാക്കിൽ കൂടെ ചെന്നപ്പോൾ മറ്റോ കരയാണ്. ഇവൻ്റെ ചേച്ചി കരഞ്ഞല്ലേ. ഈ അക്വേറിയം മേടിച്ചോണ്ടെന്നോ കരയാണ്. നിനക്കറിയോ എൻ്റെ ശമ്പളം അറിയോ?
മറ്റവൻ അവനോ ഇടിച്ച് റെഡിയാക്കി ഇട്ടേക്കുന്നു, ഇളവനെ ഇടിച്ച് തറ ഇട്ടേക്കാണ്. അപ്പോൾ ഇവൻ്റെ ഉമ്മ പിടിച്ചു മാറ്റുന്ന വെള്ളം. ഞാൻ പറഞ്ഞു, നിനക്ക് എൻ്റെ ശമ്പളം അറിയാം? എനിക്കൊരു ദിവസം 120 രൂപ ശമ്പളമാണ്. 6 മാസം ജോലി ചെയ്ത പൈസ കൊണ്ടാണ് ഞാൻ ഈ മീനിനെ മേടിച്ചത്. ഒരു മീനിൻ്റെ വില 4000 രൂപ. അങ്ങനെ 2 മീനിനാണ് 8000 രൂപയുടെ മീനാണ് ഈ മേടിച്ചത്. എൻ്റെ ശമ്പളം കരച്ചിൽ അക്കൊരു ടാങ്കൊക്കെ പൊട്ടി ആട്ടോക്കാരൻ കൂടും നിറയിട്ടിട്ട് ആട്ടോക്കാരൻ അതിലോട്ട് വീട്ടിൽ ഇടിയും ബഹളമൊക്കെ കഴിഞ്ഞു. ഇവ ആ ഏരിയ പോലെ. അപ്പം ഇവൻ പറയുന്നുണ്ട്, ഈ ഇടി കിട്ടുമ്പോൾ ഈ അനിയൻ പറയുന്നുണ്ട്, അത് മറ്റേ വെള്ളത്തിൽ റെമോ ഇടി. അങ്ങനെ ഇതായി ഏകദേശം ഇത് കോംപ്രമൈസ് ശബ്ദമൊക്കെ കഴിഞ്ഞ് ഇവൻ വീട്ടിൽ നിന്ന് ആ ചോറും കൂട്ടി തിണ്ട്. ഇവൻ ഈ മീനും കൂട്ടാൻ പറ്റിയില്ല. മൂത്തവൻ ഏകദേശം അവൻ്റെ ഉമ്മ പറഞ്ഞ്, നിനക്ക് ഒരു കാര്യം ചെയ്യും, വാപ്പ പൈസ അയക്കുമ്പോൾ നിനക്ക് മീനിനെ മേടിച്ചു തരാമെന്നും പറഞ്ഞ് അവ ഏകദേശം അവനെ ഒന്ന് ഒതുക്കി സമാധാനിച്ച് ഇവൻ കുറേ നേരം കഴിഞ്ഞപ്പോൾ രാത്രിയായപ്പം ഇവ ഇങ്ങനെ മൂത്തവൻ അപ്പം മറ്റവൻ വന്നിട്ട് പറഞ്ഞു, ഈ റൊമ വന്നിട്ട് മറ്റവൻ പറയടാ, ഞാൻ അറിഞ്ഞില്ലടാ, അവൻ സാരമില്ലടാ, ഉമ്മ വേറെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നിട്ടും അനിയൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്, ഇവൻ്റെ അടുത്ത് ദേഷ്യമില്ല. അപ്പോൾ ഇവ ഇങ്ങനെ സെറ്റിലിരുന്ന് TV കണ്ടുകൊണ്ടിരിക്കണം. ആ സങ്കടമുണ്ട്. ഇങ്ങനെ നോക്കിയപ്പം ഈ അനിയൻ ഇവ ഇരിക്കുന്നതിൻ്റെ താഴെ ചോറും മീൻ പുറത്ത് 2 കണ്ടവും കൊണ്ട് താഴെ വന്നിരിക്കുന്നു. എന്നിട്ട് TV കണ്ടുകൊണ്ട് ചോറുണ്ടെന്ന്. ഇതെല്ലാം കഴിഞ്ഞാൽ ഇത് കണ്ട് വീണ്ടും ഇടിയോടെ. അങ്ങനെ ഞാൻ സത്യം ഈ ഇടയ്ക്ക് ഞാൻ കേട്ടാൽ ഏറ്റവും വലിയ കോമഡി ഇത്. എല്ലാ പ്രശ്നവും കഴിഞ്ഞിട്ട് അപ്പം ഒരുവിധം തണുത്തിങ്ങനെ ഇരുന്ന സമയത്ത് ഈ അനിയൻ ചോറും ഒരു 2 കഷ്ണം മീൻ അതിൽ സവാള ഇട്ടിട്ടുണ്ടെന്ന് മേളിൽ. അങ്ങനെ ഈ വർഷം ഞാൻ കേട്ട ഏറ്റവും വലിയ കോമഡി കഥയായിരുന്നത്. ചിരിച്ച് എന്റെ കവള് ശരിക്കും എനിക്ക് നോവുന്നുണ്ട്. ആ ഒരു കോമഡി ഉണ്ട്. അല്ല സംഭവം അത് നല്ലൊരു കഥയാണ്. അത് എൻ്റെ ഫ്രണ്ടുണ്ട് വിനീഷ് ആഹാരപ്രിയനാണ്. വിനീഷ് സ്റ്റേജ് ഷോ മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ വിനീഷ് ഏത് ഉത്സവപ്പറമ്പിൽ ചെന്നാലും കപ്പലണ്ടി, 2 മക്കളുണ്ട് വലിയ, കപ്പലണ്ടി ബിസ്ക്കറ്റൊക്കെ മേടിച്ച് പോക്കറ്റ് ഇടും. കുഞ്ഞിലത്തതോ പോക്കറ്റ് കപ്പലണ്ടി. അപ്പം ഞങ്ങൾ ഓണത്തിന് ഒരു പ്രോഗ്രാം, ഓണത്തിനൊക്കെ ഡബിളായിരുന്നു എന്നൊക്കെ പ്രോഗ്രാം. ഫസ്റ്റ് സ്ഥലത്ത് പ്രോഗ്രാം കഴിഞ്ഞ് സെക്കൻഡ് സ്ഥലത്ത് ചെന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ പ്രോഗ്രാം തുടങ്ങി. അപ്പം മാനേജർ ചോദിക്കും, ഞങ്ങൾ ഭക്ഷണം പ്രോഗ്രാം കഴിഞ്ഞിട്ട് 11 മണിക്ക് വെച്ച പ്രോഗ്രാം അല്ലേ, ഇപ്പം എന്താ മണി 2:30, നിങ്ങൾ പ്രോഗ്രാം പ്രോഗ്രാം കഴിയുമ്പോൾ തരാം. അങ്ങനെ പ്രോഗ്രാം 2:30, 3:30, 4:30 മണിക്ക് പ്രോഗ്രാം കഴിഞ്ഞു. 2 മണിക്കൂറുള്ള ഷോ. അപ്പോൾ ക്ലബിൻ്റെ പ്രോഗ്രാമാണ്, നാട്ടുകാരൊക്കെ വരും. അപ്പോൾ അന്ന് കഴിക്കാൻ കൊണ്ടുവച്ചിരുന്ന ഫുഡെന്ന് പറഞ്ഞാൽ ചേച്ചി വെളുപ്പാൻ രാവിലെ 4:30 മണിക്ക് തന്ന ഫുഡ് ഒന്ന് നമ്മുടെ അരിയുണ്ട കട്ടിയുള്ളത് വെളുപ്പനാണ്, ഇതൊന്ന്, പിന്നെ ഒരു ബന്ധമില്ലാത്ത അച്ചപ്പം വെളുപ്പിന് 4 മണിക്ക് വിശന്നിരിക്കുമ്പോൾ തന്നത്, പിന്നെ അവിൽ കുതിർത്തത്. അങ്ങനെ ഇതാണ് വെളുപ്പിന് തന്നത്. കട്ടൻ ചായ ഉണ്ട്, അത് നല്ല ചൂട് കട്ടൻ ചായ. വിശന്നിരിക്കുമ്പോഴാണ് നല്ല ഫുഡ്. അങ്ങനെ അപ്പോൾ എല്ലാവരും ഓരോ അച്ചപ്പൊക്കെ ഓണത്തിന് വീട്ടിലുണ്ടാക്കുന്നതല്ല, ക്ലബിലല്ല. അപ്പോൾ അപ്പുറം വീട്ടിൽ നിന്നൊക്കെ എടുത്ത് കടിക്കും. വേദന കാരണം ഓരോരുത്തർ എണീറ്റു. അപ്പം ബിനീഷ് ഒരു അരിയുണ്ടയും തിന്ന്, ഒരു അച്ചപ്പവും കഴിച്ചു, പിന്നെ ഈ അവല് വാരി കഴിച്ചിട്ട് ചവച്ചിട്ട് ഇവൻ വിടുന്നില്ല. അത് ഇവന് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തിരിപ്പണം. ഇവിടെ അതിനോട് ചേച്ചിങ്ങനെ വേദന എന്ന് പറഞ്ഞതാണ്. എൻ്റെ അടുത്തും അളിയ, ഇതാണ് അളിയ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം. അവനെ ഇത് വിടണ അവല്. അപ്പോൾ ഈ രാത്രി എങ്ങാണ്ട് ശർക്കര ഇട്ടിട്ടപ്പോൾ നല്ല കട്ടിയുണ്ട്, ശർക്കര പാനി വെച്ച് കഴിച്ചു. അങ്ങനെ രാവിലെ ഇവിടെ ഇല്ല, ഈ 2 സൈഡ് കുചേലൻ അവലും കൊണ്ടുവന്നില്ലേ കൃഷ്ണനെ കാണാൻ. ഇതാണ് പുള്ളിയുടെ മനസ്സ്.